ആകെയുള്ള 258 നിയമസഭാ സീറ്റിൽ 144 സീറ്റെന്ന NCPയുടെ ആവശ്യം കോൺഗ്രസ് നിരസിച്ചതോടെയാണ് ഘടകകക്ഷികൾക്കിടെ സീറ്റ് തർക്കം തുടങ്ങിയത്. ഈ ആവശ്യത്തിൽ നിന്ന് NCP പിന്തിരിയണമെന്നും 2004-ൽ മത്സരിച്ച 125 സീറ്റുകളിലേക്ക് NCP മത്സരിച്ചാൽ മതിയെന്ന നിലപാടിലുമാണ് കോൺഗ്രസ്. എന്നാൽ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് NCP അധ്യക്ഷൻ ശരത് പവാർ. പ്രശ്നപരിഹാരത്തിനായി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി NCP അധ്യക്ഷൻ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ഈ കൂടിക്കാഴ്ചയോടെ ഇരു കൂട്ടർക്കിടയിലും നിലനിൽക്കുന്ന തർക്കത്തിന് പരിഹാരമാകുമെന്നാണ് നേതാക്കൾ കരുതുന്നത്. എന്നാൽ സീറ്റ് ധാരണ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പാർട്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നും അഭിപ്രായമുണ്ട്. എന്നാൽ മത്സരിക്കേണ്ട സീറ്റുകൾ സംബന്ധിച്ച് കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി അന്തിമ തീരുമാനം കൈക്കൊണ്ടതായും സൂചനയുണ്ട്. മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവാൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരടങ്ങുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് സീറ്റ് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. 163 മുതൽ 174 വരെ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചേക്കും. എന്നാൽ അർഹതപ്പെട്ട മുഴുവൻ സീറ്റുകളിലും മത്സരിക്കാൻ തീരുമാനിച്ചതായി മുതിർന്ന NCP നേതാവ് വ്യക്തമാക്കി. 2009-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 174 സീറ്റിലും NCP 114 സീറ്റിലുമാണ് മത്സരിച്ചത്. അതേസമയം BJP ശിവസേന സഖ്യത്തിനിടയിൽ നിലനിൽക്കുന്ന തർക്കത്തിന് പരിഹാരം കാണാൻ BJP അധ്യക്ഷൻ അമിത് ഷാ കഴിഞ്ഞ ദിവസം മുംബൈയിലെത്തി. മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുനൽകാനാകില്ലെന്ന നിലപാടിൽ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ഉറച്ചു നിൽക്കുന്നതാണ് പ്രശ്നം രൂക്ഷമാക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത തിരിച്ചടിയേറ്റതിനാൽ ഇരു കൂട്ടർക്കുമിടയിലുള്ള തർക്കം പരിഹരിച്ച് പ്രചരണം കൂടുതൽ ശക്തമാക്കിയേക്കും. ന്യൂസ് ഡെസ്ക് മീഡിയ 1.